ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന 5 കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യണം. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ഏറ്റവും മികച്ച മാർക്ക് അഥവാ ഫുൾ എ പ്ലസ് തന്നെ നേടാൻ സാധിക്കും. അതെന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വെൽക്കം ടു എഡ്യൂപോഡ്, ഇറ്റ്സ് മീ യുവർ നാഫി. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങൾ 3-4 കാര്യങ്ങൾ കമൻറ്റ് ചെയ്യണം. ഒന്ന്, ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് അറിയോ ഇല്ലയോ എന്നുള്ളത് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾക്ക് സ്കൂളിൽ ഇപ്പം ഏത് ചാപ്റ്ററാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. മൂന്നാമത്തത്, നിങ്ങൾ ഇതിൽ ഏതൊക്കെ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ക്രിസ്മസ് എക്സാമിന് നിങ്ങൾക്ക് ഫുൾ എ പ്ലസ് നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ക്രിസ്മസ് എക്സാമിൻ്റെ ഡേറ്റ് ഓർത്ത് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്മസ് എക്സാമിൻ്റെ ഒരു ടെൻറ്റേറ്റീവ് ഡേറ്റ് ഡിസംബർ 11 മുതൽ ഡിസംബർ 18 വരെയാണ്. ഡിസംബർ 11 ഡിസംബർ 18 ഇടയിൽ ക്രിസ്മസ് എക്സാം നടക്കും. അപ്പോൾ ഈ ക്രിസ്മസ് എക്സാം നടക്കുന്നത് ഡിസംബർ 11 18 ഇടയിലാണ്. ഈ കാര്യം അറിയാത്ത ഒരുപാട് ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. അവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആരൊക്കെയാണോ ക്രിസ്മസ് എക്സാമിൻ്റെ ഡേറ്റ് അറിയാത്തവരുള്ളത് അവർക്കൊക്കെ വീഡിയോ അയച്ചു കൊടുക്കുക. വേണം നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിലേക്ക് കിട്ടോ, അവരൊക്കെ അറിയട്ടെ. അപ്പോൾ ക്രിസ്മസ് എക്സാമിൻ്റെ ഡേറ്റ് ഓർത്ത് വെച്ചോ, ഡിസംബർ 11 മുതൽ ഡിസംബർ 18 വരെ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചു കൊടുക്കുക. എല്ലാവർക്കും ക്രിസ്മസ് എക്സാമിന് ഫുൾ എ പ്ലസ് കിട്ടട്ടെ. അപ്പോൾ ഡിസംബർ 11 മുതൽ ഡിസംബർ 18 വരെ ദിവസത്തേക്ക് ഏകദേശം ഒരു 50 ദിവസമാണ് ഇനി ബാക്കിയുള്ളത്. ഈ 50 ദിവസം നിങ്ങൾ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി കൃത്യമായ ഒരു എഫേർട്ട് ഇട്ടിട്ട് അടിപൊളിയായിട്ട് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്രിസ്മസ് എക്സാമിന് ഫുൾ എ പ്ലസ് കിട്ടുള്ളൂ. അപ്പോൾ ഡിസംബർ 11 മുതൽ ഡിസംബർ 18 വരെയുള്ള ദിവസങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ചെയ്ത് വെച്ചോ. ആ ഡേറ്റാണ് ക്രിസ്മസ് എക്സാം നടക്കുക. ആ ഡേറ്റിലേക്ക് നിങ്ങൾ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ഓരോ സബ്ജക്റ്റിൽ നിന്നും ചോദിക്കുന്ന ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് അറിയണം. അപ്പോൾ നിങ്ങൾ പലർക്കും അറിയാത്തവരുണ്ടാവില്ലേ. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മുടെ എഡ്യൂപോഡിൻ്റെ ചാനൽ നോക്കുകയാണെങ്കിൽ, യൂട്യൂബ് ചാനൽ നോക്കുകയാണെങ്കിൽ, ആ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിൻ്റെയും എല്ലാ സബ്ജക്റ്റിനെയും കൂടി ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസ് പറയുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ എന്ത് ചെയ്യുക, കാണുക. ഇനി നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ സമയമില്ലെങ്കിൽ nafi.edupote എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് നിങ്ങളുടെ ക്ലാസ് ഒന്ന് അയച്ചോ. ക്ലാസ് പ്ലസ് ക്രിസ്മസ് എക്സാം പോർഷൻ ഒന്ന് മെസ്സേജ് അയച്ചാൽ ഞാൻ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസ് പറഞ്ഞു തരാം. അപ്പോൾ നമ്മുടെ ചാനൽ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ നിർബന്ധമായിട്ടും, കാരണം അപ്പോൾ ഓരോ സബ്ജക്റ്റിനും 4-5 ചാപ്റ്റേഴ്സൊക്കെ പഠിക്കാനുണ്ട്. ആ ചാപ്റ്റേഴ്സൊക്കെ ഈ 50 ദിവസത്തിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു തീർക്കണം. അങ്ങനെ പഠിച്ചു തീർക്കണമെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ ഒരു പ്ലാനിങ് വേണം. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ഓണം എക്സാം പോർഷൻസിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കും. നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ഓണം എക്സാമിൻ്റെ പോർഷൻസിൽ നിന്നും എന്ത് ചോദിക്കും, ക്വസ്റ്റ്യൻസ് ചോദിക്കും. 20 മുതൽ 25% ക്വസ്റ്റ്യൻസ് വരെയാണ് എന്തിന് ചോദിക്കുക, ഓണം എക്സാമിന് പോർഷൻസ് ചോദിക്കട്ടോ. അപ്പോൾ നിങ്ങൾ ഏതൊരു സബ്ജക്റ്റ് എടുക്കുകയാണെങ്കിലും ആ സബ്ജക്റ്റിൻ്റെ ഓണം എക്സാമിൻ്റെ പോർഷൻസിൽ നിന്നും 20 മുതൽ 25% മാർക്കിന് വരെ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, ചോദിക്കും അല്ലേ. നിങ്ങൾക്ക് ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസ് നിങ്ങൾക്ക് അറിയണം ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഓൾറെഡി വീഡിയോ ഉണ്ട്. ആ വീഡിയോ നോക്കിയിട്ട് ഏതൊക്കെയാണ് ചാപ്റ്റേഴ്സ് മനസ്സിലാക്കുക. അതിനെ കൂടെ നിങ്ങൾ എന്ത് കൂടി പഠിക്കണം, ഓണം എക്സാമിൻ്റെ പോർഷൻസ് കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ച് വെക്കണം. പിന്നെ പലരുടെയും ഡൗട്ടാണ് ക്രിസ്മസ് എക്സാമിൻ്റെ ടൈം ടേബിൾ വന്നോന്ന്. ടൈം ടേബിൾ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യം, ടൈം ടേബിൾ വന്നിട്ടില്ല, പക്ഷെ നമുക്ക് എന്തറിയാം, ഡേറ്റ് അറിയാം. ഡിസംബർ 11 മുതൽ ഡിസംബർ 18 വരെ ഈ ഡേറ്റിനുള്ളിൽ കൃത്യമായിട്ട് നിങ്ങൾ പ്ലാൻ ചെയ്യുക. ഇന്ന ദിവസം ഞാൻ ഇന്ന സബ്ജക്റ്റ് പഠിക്കണം, ഇന്ന ദിവസം ഞാൻ ഇന്ന ശ്രദ്ധിക്കണം, ഈ സബ്ജക്റ്റിക്ക് ഇത്ര ചാപ്റ്റർ തീർക്കാനുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ നോട്ട് ചെയ്തിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു തുടങ്ങുക. അപ്പോൾ നിങ്ങൾ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം, റിവൈസും ചെയ്യണം, പ്രോപ്പറായിട്ട് പഠിക്കുകയും വേണം. അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് പഠിക്കണം, പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യണം. ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസ് ഏതൊക്കെയാണെന്ന് അങ്ങനത്തെ ഒരുപാട് പണികൾ നിങ്ങൾ മുന്നിലുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ക്രിസ്മസ് എക്സാമിൻ്റെ ഡേറ്റ് മനസ്സിലാക്കിയിട്ട് ആ ഡേറ്റ് അനുസരിച്ച് നിങ്ങൾ പഠിക്കാൻ തുടങ്ങണം. ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻസ് മനസ്സിലാക്കിയിട്ട് ആ പോർഷൻ അനുസരിച്ച് പഠിക്കാൻ തുടങ്ങണം. പഠിക്കുന്ന കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്യണം. ഇതൊക്കെ നിങ്ങൾ ചെയ്യണം. ഇതൊക്കെ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ത്, നമ്മുടെ പ്രീ ബൂസ്റ്റർ ബാച്ച്. നിങ്ങൾ എഡ്യൂപോഡിൻ്റെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ഫുൾ എ പ്ലസ് ഉറപ്പാണ്. നമ്മുടെ പ്രീ ബൂസ്റ്റർ ബാച്ചിന് പ്രത്യേകത എന്തൊക്കെയാണ്, നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ പോർഷൻ നമ്മൾ നവംബറോട് കൂടി എന്ത് ചെയ്യും, കംപ്ലീറ്റ് ആക്കും. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഞങ്ങൾക്ക് അതിന് മുന്നുള്ള ചാപ്റ്റേഴ്സ് കിട്ടുമെന്ന്. അതിന് മുന്നിലുള്ള ചാപ്റ്റേഴ്സ് നമ്മുടെ എവിടെ അവൈലബിൾ ആണ്, നമ്മുടെ എഡ്യൂപോഡിൻ്റെ ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൽ ക്രിസ്മസ് എക്സാം എഴുതാൻ പോകുന്നതിന് മുന്നേ നിങ്ങൾക്കൊരു മോഡൽ എക്സാം എവിടെ എഴുതാം, എഡ്യൂപോഡിൻ്റെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ എഴുതാം. മൊത്തം സിലബസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ജനുവരി 30 മുന്നേ തീർക്കുന്നു. അതുമാത്രമല്ല ഫെബ്രുവരി മാർച്ച് നമ്മൾ വീണ്ടും എന്ത് ചെയ്യാണ്, നിങ്ങൾക്ക് റിവിഷൻസും മോഡൽ എക്സാം നടത്തുന്നുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസും ഒരുപാട് എക്സാംസും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി സെറ്റ് ആക്കുന്നുണ്ട്. ഡൗട്ട് ക്ലിയറൻസിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ മെന്ററിങ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നിങ്ങൾക്ക് തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നമ്മുടെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ഫുൾ എ പ്ലസ് ഉറപ്പാണ്. നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് പോർഷൻസ് മനസ്സിലാക്കാൻ പറ്റും. അതിൽ ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്, ഏതൊക്കെ ടൈപ്പ് ആ ക്വസ്റ്റ്യൻ ചോദിക്കുക, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നമ്മുടെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ റെഡിയാവും. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റുക? 3 രീതിയിൽ നിങ്ങൾക്ക് നമ്മുടെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഒന്നാമതായിട്ട്
ഈ മൊബൈൽ നമ്പർ കണ്ടോ, ഈ മൊബൈൽ നമ്പറിലേക്ക് എന്ത് ചെയ്യുക, ഒന്ന് കോൺടാക്ട് ചെയ്യുക. 9207998855 എന്നുള്ള നമ്പറിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് വിളിച്ചാൽ നിങ്ങൾക്ക് നമ്മുടെ പ്രീ ബൂസ്റ്റർ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സിൽ ഒരു ഗൂഗിൾ ഫോം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോമിൽ നിങ്ങൾ എന്ത് ചെയ്യും, ഒന്ന് ഫില്ല് ചെയ്യുക. നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഡീറ്റെയിൽസ്, നിങ്ങളുടെ ക്ലാസ്സും ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചു കൊടുത്ത് നമ്മുടെ ടീം നിങ്ങൾ എന്ത് ചെയ്യും, വിളിക്കും. അല്ലെങ്കിൽ nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് നിങ്ങൾ എന്ത് ചെയ്തോ ഒന്ന് മെസ്സേജ് അയച്ചോട്ടെ. nafi.eduport എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് ഒന്ന് മെസ്സേജ് അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പ്രീ ബൂസ്റ്റർ ബാച്ചുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾക്ക് 3 രീതിയിൽ നമ്മുടെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഒന്നാമത് ഈ നമ്പറിൽ എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് വിളിക്കട്ടോ, 9807998855 എന്നുള്ള നമ്പർ. അല്ലെങ്കിൽ നമ്മൾ കമൻറ്റ് ബോക്സ് ഒരു ഗൂഗിൾ ഫോം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം നിങ്ങൾ ഫില്ല് ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ nafi.eduport എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് എന്ത് ചെയ്തൊന്ന് മെസ്സേജ് അയച്ചാൽ ഞാൻ പ്രീ ബൂസ്റ്റർ ബാച്ചിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ നമ്മുടെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്രിസ്മസ് എക്സാമിന് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കിട്ടും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട് കിട്ടും, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് കിട്ടും, അതിൻ്റെ ക്ലാസ്സുകൾ കിട്ടും, എല്ലാം നമ്മൾ സെറ്റാക്കി തരും. നിങ്ങൾ നമ്മുടെ പ്രീ ബൂസ്റ്റർ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചോ, കാര്യങ്ങൾ സെറ്റാവും. അടിപൊളിയായിട്ട് പഠിക്കുക, സൂപ്പറായിട്ട് പഠിക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഈ വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഞാൻ കമൻറ്റ് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ.